നമ്മളിന്ന് എത്തിയിരിക്കുന്നത് റിയാദിലെ ഡബിൾ ഡെക്കർ ബസ്സിൻ്റെ ടൂറിന് പോകാനായിട്ടാണ്. ഞങ്ങളുടെ പുറകിൽ കാണാം 3 ബസ് ഇങ്ങനെ റെഡി ആയിട്ട് നിൽക്കുകയാണ്. അവർ ആൾക്കാരിങ്ങനെ കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. 35 റിയാലാണ് പെർ ഹെഡ് വരുന്നത് എക്സ്പെൻസ്. ഞങ്ങൾ ഒത്തിരി നാളായിട്ട് ആഗ്രഹിക്കുന്ന കാര്യമായതുകൊണ്ട് ഞങ്ങൾ ഇന്ന് ഇവിടെ എത്തിയിരിക്കുകയാണ്. ഞങ്ങൾ ഫുൾ സെറ്റായിട്ടാണ് എത്തിയിരിക്കുന്നത്. വേറെ ഫാമിലീസും ഉണ്ട്. അപ്പോൾ നമുക്ക് റിയാദ് ലൈബ്രറിയുടെ തൊട്ടിപ്പുറയുള്ള ഒരു സ്ട്രീറ്റിലാണ്. അപ്പോൾ ലൊക്കേഷൻ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ പിൻ ചെയ്തേക്കാം. തീർച്ചയായിട്ടും ഞങ്ങളിതിൻ്റെ എൻജോയ്മെൻറ്റ് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഒന്ന് ഷെയർ ചെയ്യാം. പൂർണ്ണമായിട്ടും വീഡിയോസ് കാണുക അല്ലേ. ബസ് എന്ന് പറയുന്നത് നല്ല കളർഫുള്ളായിട്ട് അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല ഡിസൈനും കാര്യങ്ങളൊക്കെ ആയിട്ട്. ടൂറിസ്റ്റ് ബസ് തന്നെയാണ്. അതാണ് അവർ മോഡിഫിക്കേഷൻ ചെയ്ത് ടോപ്പിൽ നമുക്ക് സീറ്റിംഗ് ഒക്കെ ചെയ്തേക്കുന്നത്. അങ്ങനെ ഞങ്ങളത് ഇവിടം വരെ എത്തി. നമ്മുടെ ടീമെല്ലാം ഇവിടെ ഓൾറെഡി സീറ്റിലൊക്കെ ഇരുന്ന് എല്ലാവരും സെറ്റായിക്കൊണ്ടിരിക്കുന്നു. എല്ലാവരും റെഡിയാണ്. ബസ്സിലൊക്കെ കയറിയിട്ട് ഏകദേശം ഒരു 10-15 മിനിറ്റ് കൊണ്ട് നമ്മുടെ ബസ് ഫുള്ളായിട്ടുണ്ട്. ഞങ്ങൾ കയറിയപ്പം ആദ്യം ഞങ്ങൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പം ഞങ്ങളും അതുപോലെ തന്നെ കുറച്ച് ഫിലിപ്പിനോസും പിന്നെ 2-3 മലയാളി ഫാമിലിയൊക്കെ വന്നു. അങ്ങനെ വണ്ടി സ്റ്റാർട്ടായിട്ടുണ്ട്. ഇസക്കുട്ടൻ ഉറക്കമായിരുന്നു. ഇപ്പോൾ ഇസക്കുട്ടനൊക്കെ എണ്ണീറ്റു. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു. നമ്മളിനി ഇവിടുന്ന് മുന്നോട്ട് പോയിട്ട് നമ്മളിവിടുത്തെ കാഴ്ചകളൊക്കെ കാണാൻ പോവാണ്. ഏകദേശം ഒരു 10-15 മിനിറ്റ് ശേഷം ബസ് സ്റ്റാർട്ട് ചെയ്തു. ഞങ്ങളങ്ങനെ ഇവിടുന്ന് മൂവ് ആവുകയാണ്. ഈ ഒരു ഏരിയയിൽ നിന്ന് നമ്മൾ മൂവായിട്ട് ഈ അവരുടെ റൂട്ടൊക്കെ എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. ഓരോ സ്ഥലത്തെത്തുമ്പോൾ നമ്മളിനി ഓരോ സ്ഥലത്തിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് അറിയാൻ സാധിക്കും. നമ്മൾ ഈ റോഡിൽ കൂടെ ഒക്കെ പല പ്രാവശ്യം യാത്ര ചെയ്തിട്ടുണ്ടെങ്കിലും ഈ ഒരു ബസ്സിൻ്റെ ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ എന്ന് പറയുന്നത് ഭയങ്കര ഭംഗിയുണ്ട് കേട്ടോ. ഒന്നാമത്തെ കാര്യം രാത്രിയിൽ ലൈറ്റുകളൊക്കെ കൊണ്ട് നിറഞ്ഞു നിൽക്കുന്നു. റോഡിൻ്റെ 2 സൈഡിലും വലിയ വലിയ ബിൽഡിങ്ങുകളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇങ്ങനെ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ നമ്മൾ കുറച്ചുകൂടെ തണുപ്പുള്ള സമയത്താണെങ്കിൽ ഈ യാത്രയ്ക്ക് കുറച്ചുകൂടെ സുഖമാണ്. കാരണം ഇപ്പം നമുക്ക് നല്ല ചൂട് കാറ്റടിക്കുന്നുണ്ട്. ഒത്തിരി ചൂടില്ലെങ്കിൽ പോലും ആവശ്യത്തിനുള്ള ചൂട് കാറ്റടിക്കുന്നുണ്ട്. അപ്പോൾ തണുപ്പ് സമയത്താണ് ബെറ്റർ ഈ ഒരു ഓപ്പൺ ബസ്സിലുള്ള യാത്ര എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ KFD സ്റ്റേഷൻ്റെ ആ ഒരു ഏരിയയിൽ എത്തിയേക്കാണ്. അപ്പോൾ നമ്മൾ ഫ്രണ്ടിൽ കാണുന്നതാണ് KFD എന്ന് പറഞ്ഞ ആ ഒരു ഏരിയ. കുറേ നല്ല നല്ല ബിൽഡിങ്ങുകളുടെ ഒരു കൂമ്പാരം. ഞങ്ങളിപ്പോൾ കയറിയ സമയം എന്ന് പറയുന്നത് റമദാൻ കഴിഞ്ഞ ഒരു ടൈം ആയതുകൊണ്ട് തന്നെ റിയാദിലെ പല ഭാഗങ്ങളിലും വളരെ മനോഹരമായിട്ടുള്ള അലങ്കാരങ്ങളും ലൈറ്റും കാര്യങ്ങളും ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് ഏതായാലും അതിൻ്റെ നല്ലൊരു കാഴ്ചയും നമുക്ക് കിട്ടി. റിയാദിൻ്റെ ഏറ്റവും ഹൈലൈറ്റ്സ് എന്ന് പറയുന്നത് ഇതുപോലെയുള്ള വലിയ വലിയ ബിൽഡിങ്ങുകളാണ്. അതിൽ രാത്രിയിലെ കാഴ്ചകളെന്ന് പറഞ്ഞാൽ വളരെ മനോഹരമായിട്ടുണ്ട്. കുറേ ലൈറ്റിൻ്റെ ഡെക്കറേഷൻ കാര്യങ്ങളൊക്കെ ആയിട്ട് വരുമ്പോൾ അത് വളരെ ഭംഗിയുള്ളതായി തീരും. കാണുന്ന ഈ ബിൽഡിംഗ് എന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ബാങ്കായ അൽറാജി ബാങ്കിൻ്റെ സെൻട്രൽ ഓഫീസാണ്. അതൊരു വലിയ ബിൽഡിംഗ് തന്നെയാണ്. ഈ റൂട്ടിൽ കൂടെ ഒക്കെ പോകുമ്പോൾ പ്രധാനപ്പെട്ട കുറേ മാളുകൾ, റിയാദ് ഗാലറി, മറീന മാള്, ഇതൊക്കെ നമുക്ക് കാഴ്ച. അതിൻ്റെയൊക്കെ സൈഡിൽ കൂടെയാണ് നമ്മളിപ്പോൾ പോകുന്നത്. ഞാനൊരു 10-15 വർഷമായിട്ട് ഇവിടെ ഉണ്ടായിട്ടും ഇതുവരെ പോകാത്ത കുറേ റൂട്ടുകളിലൊക്കെയാണ് ഈ ബസ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നല്ല നല്ല കാഴ്ചകളൊക്കെ കാണിച്ച് തന്നാണ് നമ്മൾ കൊണ്ടുപോകുന്നത്.
നമ്മുടെ കൂട്ടത്തിൽ തന്നെ വന്ന മലയാളീസ് കുറച്ച് പേര് നമ്മുടെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു, ഇപ്പൂസിൻ്റെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു, സ്കൂളിൽ പഠിക്കുന്ന അവരെല്ലാവരും കൂടെ പാട്ടും ബഹളവും ഒക്കെ ആയിട്ട് നല്ല എൻജോയ്മെൻ്റ് ആയിരുന്നു കേട്ടോ. വണ്ടിയിൽ നമ്മുടെ കുറച്ച് ഫാമിലീസ് എല്ലാവരും കൂടെ അടിച്ചു പൊളിച്ചു. പാടറാ അടിപൊളി, പിള്ളേരാണെങ്കിലും കാര്യമായിട്ട് എൻജോയ് ചെയ്തു. ഇപ്പോൾ നമ്മൾ പോകുന്നതെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ കിങ് ഫഹദ് ലൈബ്രറി ബിൽഡിങ്ങിനാണ്. ഇതിൻ്റെ ബാക്ക് സൈഡിലായിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. അവിടെ ഒരു വലിയ പാർക്കൊക്കെ ആയിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്തല്ലേ, ആ ഒരു ഏരിയയിലോട്ട് നമ്മൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഏകദേശം ഒരു 1.5 മണിക്കൂറിൻ്റെ ട്രിപ്പിന് ശേഷം, അതായത് റിയാദിലെ മെയിനായിട്ടുള്ള സ്ട്രീറ്റിൽ കൂടെ ഒക്കെ നമ്മൾ വണ്ടി ഓടി നല്ല നല്ല കാഴ്ചകളും ഒക്കെ കണ്ടു. അങ്ങനെ ഏകദേശം ഒരു 1.5 മണിക്കൂറിന് ശേഷം നമ്മൾ എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്ത് ആ ഒരു ഡെസ്റ്റിനേഷനിലോട്ട് തന്നെ തിരിച്ചെത്തിയിരിക്കുകയാണ്. നമ്മൾ പുറപ്പെട്ട സ്ഥലത്ത് തന്നെ കറങ്ങി തിരിച്ചെത്തിയിരിക്കുകയാണ്. ഇസക്കുട്ടനും പിള്ളേരും ഒക്കെ നല്ലോണമൊക്കെ എൻജോയ് ചെയ്തു. നല്ലൊരു ട്രിപ്പായിരുന്നു. നമ്മളിവിടെ വരുമ്പോൾ തന്നെ അടുത്ത ബസ് റെഡിയായി നിൽപ്പുണ്ട്, ആൾക്കാരൊക്കെ കയറുന്നു. 2-3 ഫാമിലിയോടെ എങ്ങനെയുണ്ടായിരുന്നു ട്രിപ്പൊക്കെ? ഇവനെ അടിപൊളി ട്രിപ്പായിരുന്നു കേട്ടോ. അങ്ങനത്തെ കുറച്ച് പേരുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും നല്ലോണമൊക്കെ എൻജോയ് ചെയ്തു, ഞങ്ങളും എൻജോയ് ചെയ്തു. അപ്പോൾ ഇതാണ് ഇന്നത്തെ ബസ് ട്രിപ്പിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ തീർച്ചയായിട്ടും റിയാദിലുള്ളവരും അല്ലെങ്കിൽ റിയാദിൽ വരുന്നവരൊക്കെ ഈ ഒരു ട്രിപ്പും കൂടെ മിസ്സാക്കരുത്. തണുപ്പുള്ള സമയമാണെങ്കിൽ കുറച്ചുകൂടെ നന്നായിരിക്കും. തണുപ്പ് ചൂട് ഇപ്പം ഞങ്ങൾ പോയപ്പോഴും അത്യാധിക ചൂടില്ലായിരുന്നു, അതുകൊണ്ട് വലിയ പ്രശ്നമില്ലായിരുന്നു. നല്ല കാറ്റടിക്കുന്നുണ്ടായിരുന്നു. തീർച്ചയായിട്ടും നിങ്ങളും എൻജോയ് ചെയ്യുക. അങ്ങനെ ഞങ്ങൾ ഡബിൾ ഡെക്കർ ബസ്സിൻ്റെ ടൂറൊക്കെ കഴിഞ്ഞത് പുറത്തിറങ്ങിയിരിക്കുകയാണ്. അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. കുറച്ച് ചൂടൊക്കെ ഉള്ള സമയമാണ് കേട്ടോ ഇത്. പക്ഷേ നമ്മൾ ബസ്സിലോട്ട് കയറി ആ ബസ് അങ്ങോട്ട് ഓപ്പൺ എയർ ആണല്ലോ, അപ്പോൾ ഫുൾ നല്ല കാറ്റൊക്കെ അടിച്ച് ഫുൾ വ്യൂ ആയിരുന്നു. നമ്മൾ കാറിലൊക്കെ പോകുമ്പോൾ കാണുന്ന റിയാദേ അല്ല, ഇങ്ങനെ പുറത്തുള്ള കാഴ്ചകളൊക്കെ ഫുൾ നമുക്ക് എണീറ്റ് നിന്ന് കാണാം, ഓടി നടക്കാം. നല്ല രസമായിരുന്നു കേട്ടോ. ഫാമിലി ആയിട്ടും പിള്ളേരൊക്കെ ആയിട്ടും എല്ലാവരും വന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു പ്രത്യേക ഫെസിലിറ്റിയാണ്. നമ്മുടെ ഈ പാർക്കിൽ തന്നെ ഇലക്ട്രോണിക് സ്കൂട്ടർ ഉണ്ടായിരുന്നു. അപ്പം അതൊക്കെ യൂസ് ചെയ്യാനായിട്ട് നമുക്കിവിടെ ആപ്ലിക്കേഷൻ വഴി യൂസ് ചെയ്യാൻ പറ്റും. നമ്മുടെ പിള്ളേർ സെറ്റ് മൊത്തം അതിൽ കയറി, പക്ഷെ അവർക്ക് വലിപ്പം പോരാത്തത് കൊണ്ട് അവർക്കൊന്നും അലൗഡല്ലായിരുന്നു. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ കാഴ്ചകളും വിശേഷങ്ങളും. അപ്പം എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളൊക്കെ റിയാദിലുള്ളവരാണെങ്കിലും അല്ലെങ്കിൽ സൗദിയുടെ എവിടെയാണെങ്കിലും റിയാദിൽ വന്നാൽ ഈ ഒരു എക്സ്പീരിയൻസ് കൂടെ തീർച്ചയായിട്ടും ചെയ്യണം. കാരണം റിയാദ് മൊത്തം നല്ല പൊക്കത്തിലിരുന്ന് കാണാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു അവസരം ഈ ഒരു ബസ്സാണ്. ഇത്ര നാളുണ്ടായിട്ട് പോലും കാണാത്ത കുറേ ലൊക്കേഷനിലൂടെ നമ്മൾ ഈ ബസ് റൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും തന്നെ വരിക, എക്സ്പീരിയൻസ് ചെയ്യുക, നമ്മുടെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക മാക്സിമം. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് തിരിച്ചു വരുന്നതുവരേക്കും ബൈ ബൈ.